അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ അദ്ദറസുസ്സാബിയു 7-ാമത്തെ പാഠമാണ്. ഈ 7-ാമത്തെ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ നമ്മൾ എണ്ണൽ സംഖ്യകളെ അറബിയിൽ പറയാൻ പഠിക്കലാണ്, എഴുതാനും പറയാനും പഠിക്കലാണ്. ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് 3-ാം ക്ലാസ്സിലെയും 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിനിന് ഒരുപാട് ബോഗികളുണ്ട്, അതിനൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അറബിയിലുള്ള അർക്കാമുകൾ, നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ കാണില്ലേ, കാറുകൾ കൊണ്ട് കുട്ടികൾ കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള കാറ്, അതിനൊക്കെ ഓരോ നമ്പർ ഉണ്ടാകും. ഇതുപോലെ ഒരു ട്രെയിനാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ട്രെയിൻ, അതിൻ്റെ ഓരോ ബോഗിക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അറബി ഭാഷയിൽ എങ്ങനെ എണ്ണം പഠിക്കാം, സംഖ്യകൾ എങ്ങനെ എഴുതാം, അവയുടെ അറബിയിലുള്ള അക്കങ്ങൾ എങ്ങനെ പഠിക്കാം, അക്ഷരത്തിൽ അവ എങ്ങനെ പറയാം, അവ എങ്ങനെ എഴുതി പഠിക്കാം. ഇതൊക്കെയാണ് ഈ പാഠപുസ്തകത്തിൽ. എണ്ണൽ സംഖ്യ പഠിക്കാം. ഇഷ്റൂന സ്വാബിറൂന എന്നാണ് പാഠത്തിൻ്റെ പേര്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസുസ്സാബിയു 7-ാമത്തെ പാഠം. ഇഷ്റൂന സ്വാബിറൂന, 20 ശമാശീലർ. ഇന്നി റഅയ്തു അഹദ അശറ കൗക്കബൻ. ഇന്നി റഅയ്തു തീർച്ചയായും ഞാൻ കണ്ടു, അഹദ അശറ കൗക്കബൻ 11 കൗക്കബൻ നക്ഷത്രങ്ങളെ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 അശറ ഷഹ്റൻ 12 മാസങ്ങളാണ്. ഫിസ്സൊഫി ക്ലാസ്സിലുണ്ട് 3 അശറ ദാരിസൻ 13 വിദ്യാർത്ഥികൾ. അർക്കാനുസ്വലാത്തി നിസ്കാരത്തിൻ്റെ ഫർളുകൾ 4 അശറ 14 അലഷജറത്തി മരത്തിന്മേലുണ്ട് 5 അശറ ത്വാഇറൻ 15 പക്ഷികൾ. ഇപ്പം നമ്മൾ പാഠം വായിച്ചു കഴിയട്ടോ. കുറച്ചും കൂടെ ഇപ്പുറത്തെ പേജിലും കൂടി പാഠത്തിലുണ്ട്. 2-ാമത്തെ പേജ് നോക്കൂ, 33-ാമത്തെ പേജ്. ഫിൽ കിതാബി, പുസ്തകത്തിലുണ്ട് 6 അശറ ദർസൻ 16 പാഠങ്ങൾ. ഫിസല്ലത്തി, കുട്ടയിലുണ്ട് 7 അശറ മാഞ്ച 17 മാങ്ങകൾ. അലത്വാവിലെത്തി, മേശമേലുണ്ട് 8 അശറ കിതാബൻ 18 പുസ്തകങ്ങൾ. അലൈഹ, ആ മേശമേലുണ്ട് 9 അശറ 19 പുസ്തകങ്ങൾ, 19. ഈ യക്കും മിങ്കും ഇഷ്റൂന സ്വാബിറൂന, നിങ്ങളിൽ 20 ശമാശീലരുണ്ടെങ്കിൽ, ഇഷ്റൂന 20. അപ്പോൾ മുൻ കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാനും എഴുതാനും പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 11 മുതൽ 20 വരെയാണ്. ആ 1 മുതൽ 10 വരെയുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് നമ്മൾ പുതിയത് പഠിക്കുന്നത് 11 മുതൽ 20 വരെയാണ്. 1 എന്നതിന് അറബിയിൽ പറയാം വാഹിദ്. ആ എഴുതുന്ന രൂപം നോക്കൂ, അതിൻ്റെ തൊട്ടടുത്ത്. ഇസ്നാനി 2, സലാസത്തുൻ 3, അർബഅത്തുൻ 4, ഖംസത്തുൻ 5, സിത്തത്തുൻ 6, സബ്അത്തുൻ 7, തമാനിയത്തുൻ 8, തിസ്അത്തുൻ 9, അശറ അശറത്തുൻ 10 അശറ. അപ്പോൾ അഹദ അശറ 11, 12 അശറ 12, 3 അശറ 13, 4 അശറ 14, 5 അശറ 15, 6 അശറ 16, 7 അശറ 17, 8 അശറ 18, 9 അശറ 19, ഇഷ്റൂൻ 20. ഇനി അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജിൽ നമ്മൾ വർക്കിലേക്ക് കടക്കുകയാണ്. നെസ്ല് ബിൽ മുനാസിബി, യോജിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ എണ്ണൽ സംഖ്യ കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യയെ അക്ഷരത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം 8 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 8-ന് അറബിയിൽ പറയുന്ന പേര് എന്താണോ അതിലേക്ക് അതിനെ ചേർത്തി കൊടുക്കണം. അപ്പോൾ 8-ന് അറബിയിൽ സമാനിയത്തുൻ എന്നാണ് പറയുക. അപ്പോൾ സമാനിയത്തുൻ എന്നത് ഇപ്പുറത്തെ ചതുരത്തിലുണ്ട്, അപ്പോൾ അതിലേക്ക് അതൊന്ന് ചേർത്തി കൊടുക്കുക. അതുപോലെ ഇവിടെ 13 ഉണ്ട്. 13-ന് അറബിയിൽ പറയുക സലാസത്ത് അശറ എന്നാണ്. അപ്പോൾ സലാസത്ത് അശറയിലേക്ക് ഈ 13-നെ ചേർത്തി കൊടുക്കുക. സലാസത്ത് അശറ എന്ന് ഇവിടെ അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്,
സലാത്തത്ത അഷറ എന്ന് ഇപ്പുറത്തെ കള്ളിയിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി വീണ്ടും അക്കത്തിൽ എഴുതിയിട്ടുണ്ട് 15, അഥവാ ഹംസത്ത അഷറ എന്ന് അവിടെ അക്കത്തിൽ ഫസ്റ്റ് മൂന്നാമത്തേലായിട്ട് കൊടുത്തു. അത് അക്ഷരത്തിൽ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഹംസത്ത അഷറ എന്ന്, അതിലേക്ക് ചേർത്തി കൊടുക്കുക. പിന്നെ 20 ഉണ്ട് ഇവിടെ, ഇഷ്റൂൻ, അത് സംഖ്യാ രൂപത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്റൂൻ, അത് അക്കത്തിലാണ്. ഇനി അക്ഷരത്തിൽ എഴുതിയത് എവിടെ? ഇത് ഏറ്റവും മുകളിൽ ഇഷ്റൂൻ, അതിലേക്ക് ചേർത്തി കൊടുക്കുക ഇഷ്റൂന്. അതാണ് ആ വർക്ക്. അപ്പോൾ ഒരു എണ്ണൽ സംഖ്യ അക്കത്തിൽ എഴുതിയാൽ അതിന് അറബിയിൽ എന്താണ് പറയാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് ചേർത്തി എഴുതി കൊടുക്കാൻ പറ്റും. ഇനി താഴ്ഭാഗത്ത് കുറേ ആപ്പിള്, നക്ഷത്രം, മൊബൈല്, കപ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് ആദ്യത്തെ കള്ളിയിൽ ഇപ്പോൾ ആപ്പിൾ എണ്ണി നോക്കുക. എന്നിട്ട് ആപ്പിൾ എത്ര എണ്ണ ഉണ്ട് എന്ന് അക്കത്തിൽ ആദ്യം എഴുതുക, പിന്നെ അക്ഷരത്തിൽ എഴുതുക. ഇവിടെ 2, 4, 6, 8, 10 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ്? അഷറ. അഷറ എന്ന് 10 എന്നിവിടെ എഴുതുക, അഷറ എന്ന് അക്കത്തിൽ. എന്നിട്ട് ഇപ്പുറത്ത് അക്ഷരത്തിൽ അഷറ. ഇനി തൊട്ട് നക്ഷത്രങ്ങൾ, അത് വാഹിദ്, ഇത്നാൻ, തലാത്ത, അർബ, ഹംസ, സിത്ത, സബ, തമാനിയ, തിസ്സ, അഷറ, ഇഹ്, അഹദ അഷറ, ഇത്ന അഷറ, തലാത്ത അഷറ, അർബഅത്ത അഷറ, ഹംസത്ത അഷറ. അപ്പോൾ അത് ഹംസത്ത അഷറ 15 എണ്ണം ഉണ്ട്. അപ്പോൾ ഹംസത്ത അഷറ എന്ന് അക്കത്തിൽ ആദ്യം എഴുതുക, എന്നിട്ട് ഇപ്പുറത്തേക്ക് ഹംസത്ത അഷറ എന്ന് അക്ഷരത്തിൽ എഴുതി കൊടുക്കുക. അടുത്തതിൽ 20 എണ്ണം ഉണ്ട്. ഇഷ്റൂൻ എന്ന് ഇവിടെ എഴുതുക, ആദ്യം ഒരു കുത്തിടുക, എന്നിട്ട് 2 ഇടുക, അപ്പോൾ 20ആയി, ഇഷ്റൂനായി. എന്നിട്ട് ഇപ്പുറത്തേക്ക് അക്ഷരത്തിൽ എഴുതുക ഇഷ്റൂൻ. ഇനി മൊബൈൽ നോക്കൂ, 7 മൊബൈലുണ്ട്. അപ്പോൾ ആ 7 എന്ന് എങ്ങനെയാണ് എഴുതുക? അറബിയിൽ അക്കത്തിൽ ഒന്ന് നോക്കുക. എന്നിട്ട് ആ 7 എന്ന് ഇവിടെ എഴുതുക, അഥവാ സബ് ആ. എന്നിട്ട് ഇവിടേക്ക് എഴുതുക അക്ഷരത്തിൽ സബ് ആ. അടുത്തത് കുറച്ച് കപ്പുകളാണ്. അപ്പോൾ 13 കപ്പുകളുണ്ട്. അപ്പോൾ 13 എന്ന് എങ്ങനെ എഴുതുക? അതാദ്യം നോക്കുക, എങ്ങനെയാണ് 13 എന്ന് അറബിയിൽ അക്കത്തിൽ എഴുതുക നോക്കുക. നിങ്ങളെ ഈ ഇപ്പുറത്തെ പേജിൽ നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം. 33ാമത്തെ പേജിൽ ആദ്യം 3 എഴുതും, പിന്നെ 1 എഴുതും. അപ്പോൾ സലാത്തത്ത അഷറ, എന്നിട്ട് ഇപ്പുറത്തേക്ക് സലാത്ത അഷറ എന്ന് അക്ഷരത്തിൽ എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ താഴെ കുറച്ച് തേങ്ങകളുണ്ട്. ആ തേങ്ങേൻ്റെ എണ്ണം ആകെ അവിടെ 12 എണ്ണേ ഉള്ളൂ. അപ്പോൾ 12 എന്ന് എങ്ങനെ അക്കത്തിൽ എഴുതുക? ആദ്യം 2 എഴുതുക, പിന്നെ 1 എഴുതുക. അപ്പോൾ എത്രയായി? ഇത്ന അഷറ അല്ലേ? 12-ന് ആദ്യം 2 എഴുതുക, പിന്നെ 1 എഴുതുക. അപ്പോൾ ഇത്ന അഷറ. ആ ഇത്ന അഷറ എന്നുള്ളത് അക്കത്തിൽ എഴുതിയിട്ട് പിന്നെ ഇങ്ങോട്ട് അക്ഷരത്തിൽ ഇത്ന അഷറ എന്ന് എഴുതുക. ഇനി തൊട്ടടുത്ത പേജിൽ 35ാമത്തെ പേജ് നോക്കൂ. അതിൽ 6 എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സിത്ത. അപ്പോൾ നമ്മൾ എന്താക്കണം? പിന്നെ അവിടെ കറക്റ്റായിട്ട് നമ്മൾ എന്താക്കണം? അക്ഷരത്തിലാണ് എഴുതി കൊടുക്കേണ്ടത്. അക്ഷരത്തിൽ എഴുതി കൊടുക്കുക, സിത്തത്തുൻ എന്ന അക്ഷരത്തിൽ എഴുതി. പിന്നെ താഴെ 7, അതിന് അറബിയിൽ പറയുക സബ്അത്തുൻ. അപ്പോൾ സബ്അത്തുൻ എന്നവിടെ അക്ഷരത്തിൽ എഴുതി കൊടുക്കാം. പിന്നെ അവിടെ 12 ഉണ്ട്, ഇത്ന അഷറ. അപ്പോൾ ഇത്ന അഷറ എന്ന് അറബിയിൽ അവിടെ എഴുതി കൊടുക്കുക അക്ഷരത്തിൽ. പിന്നെ തിസ്അത്ത അഷറ ഉണ്ട് 19, അവിടെ തിസ്അത്ത അഷറ എന്ന് അക്ഷരത്തിൽ എഴുതി കൊടുക്കാം. ഇനി അതിൻ്റെ താഴെയുണ്ട്, പിന്നെ അവിടെ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു. ഇനി അത് അക്കത്തിലാക്കണം നമ്മൾ. മുകളിൽ പറഞ്ഞത് അക്കം കൊടുത്തിട്ട് അക്ഷരത്തിൽ എഴുതാനാണ്. ഇവിടെ അക്ഷരത്തിൽ തന്നിട്ടുണ്ട്, അത് അക്കത്തിൽ എഴുതണം. അഹദ അഷറ 11, അപ്പോൾ 2 1 അവിടെ എഴുതി കൊടുക്കാം. പിന്നെ അതിൻ്റെ നേരെ താഴെ അർബഅത്ത അഷറ എന്നാ 14, അർബ 4 അഷറ 10, അപ്പോൾ 14. അപ്പോൾ ആദ്യം 4 എന്ന് അറബിയിൽ എഴുതുക, പിന്നെ ഒരു 1 ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് സലാസത്തുൻ എഴുതുക. അപ്പോൾ സലാസത്തുൻ അക്കത്തിൽ 3 അവിടെ എഴുതി കൊടുക്കുക. അഷറത്തുന്നുണ്ട്, ഒരു കുത്തും പിന്നെ ഒരു 1, അതല്ലേ അഷറ അറബിയിൽ. അപ്പോൾ 10 എന്ന് എഴുതി കൊടുക്കുക. കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട്. പിന്നെ നുകമ്മിലുൽ ജദ്വല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കള്ളി പൂർത്തിയാക്കാം. ഇവിടെ ഉണ്ട് തിസ്അത്തുൻ എന്നാണ് 9 കഴിഞ്ഞാൽ പിന്നെ 10, അപ്പോൾ അഷറ. പിന്നെ അഷറ കഴിഞ്ഞാൽ 11 കിട്ടണം, അപ്പോൾ അഹദ അഷറ. ഇത്ന അഷറ 12 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് 13, അപ്പോൾ സലാത്തത്ത അഷറ. 13, ഇനി 14 കിട്ടണം, അർബഅത്ത അഷറ, അത് എഴുതി കൊടുക്കുക. ഹംസത്ത അഷറ 15 അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എത്രയാണ്? 16, സിത്തത്ത അഷറ. അപ്പോൾ സിത്തത്ത അഷറ 16 ആകുമ്പോൾ 17 വേണം, അതിവിടെ ഇല്ല. അപ്പോൾ സബഅത്ത അഷറ 17. തമാനിയത്ത അഷറ 18 ഇവിടെ ഉണ്ട്, 19 ഇവിടെ ഇല്ല. അപ്പോൾ എത്രയാണ്? 19 എന്താ പറയുക? തിസ്അത്ത അഷറ.
പിന്നെ ഇഷ്റൂൻ അതവിടെ ഉണ്ട്. ഇനി നുതറജിമുൽ ആത്തിയ, താഴെയുള്ളതിന് നമ്മൾ പരിഭാഷപ്പെടുത്തണം. വളരെ ഈസി. കലമുൻ വാഹിദുൻ, ഒരു പേന. തിസ്അത്തു കുത്തുബിൻ, 9 പുസ്തകം. അഹദാശറ ദർസൻ, 11 പാഠം. ഹംസത്താശറ അർണബൻ, 15 മുയൽ. ഇനി വളരെ ഈസി ആയിട്ടുള്ളതാണ് 36-ാമത്തെ പേജിൽ നമ്മൾ അറബിയിലാണ് എഴുതേണ്ടത്. 5 വാതിലുകൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 5 എന്നുള്ളതിന് ഹംസത്തു, വാതിലുകൾ എന്ന് പറയുന്ന അബുവാബ്, അപ്പോൾ ഹംസത്തു അബുവാബിൻ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 13 മാങ്ങകൾ എന്ന് പറയണം. അപ്പോൾ 13 മാങ്ങകൾ. സലാസത്ത അശറ മാഞ്ച, സലാസത്ത അശറ മാഞ്ച. അടുത്തത് 18 കസേരകൾ എന്ന് പറയണം. അപ്പോൾ 18 എന്താ പറയുക? 18 നമ്മൾ ആദ്യം പറയേണ്ടത് 8 പറയണം. ആദ്യം 8 പറയാം. സമാനിയത്ത അശറ കുർസിയുൻ. 7 പേനകൾ, 7 പേനകൾ. സബ്അത്തു അക്ലാമിൻ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമ്മൾ നഖ്റഉ മിനൽ ഖുർആനി വ നക്തശിഫു മിൻ അസ്മാ അൽ അദദി വ നഖ്തു തഹ്തഹ. ഒന്നും വേണ്ട, അതിൻ്റെ അർത്ഥമൊന്നുമല്ല നമുക്ക് പ്രധാനം. നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് അതിൽ എണ്ണം പറഞ്ഞിക്കണോ നോക്കുക. എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തിൻ്റെ അടിയിൽ എണ്ണൽ സംഖ്യ പറഞ്ഞിക്കണേ, എണ്ണൽ സംഖ്യൻ്റെ അടിയിൽ വരച്ചാൽ മതി. ഈ യക്കും മിങ്കും സ്വാബിറൂൻ, നിങ്ങളിൽ 20 ക്ഷമാശീലരുണ്ടെങ്കിൽ അപ്പോൾ ഇഷ്റൂൻ എന്നതിൻ്റെ അടിയിൽ വരയിടുക. അത് ഇഷ്റൂൻ അറബി പിന്നെ എന്താണ് എണ്ണൽ സംഖ്യയാണ്. അതിൻ്റെ നേരെ താഴെ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ, അള്ളാൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 അപ്പോൾ 12 12 അതിൻ്റെ അടിയിൽ വരയിടുക. വ അൻസല ലക്കും മിനൽ അൻആമി 8 അസ്വാജിൻ, അവിടെ ഉണ്ട് സമാനിയത്ത എന്നത് അല്ലേ, സമാനിയത്ത അതിൻ്റെ അടിയിൽ വരയിട്ടേക്കാം. വകാന ഫിൽ മദീനത്തി 9 റഹത്തിൻ, പട്ടണത്തിൽ 9 ഗോത്രങ്ങളുണ്ടായിരുന്നു. 9 റഹത്തിൻ, 9 ഗോത്രങ്ങൾ. അപ്പോൾ തിസ്അത്ത് എന്നതിൻ്റെ അടിയിൽ വരയിടുക. അലൈഹ 19 അതിൻ്റെ മുകളിൽ 19 ഉണ്ട്. അപ്പോൾ 19 അടിയിൽ വരയിടുക. ലഹ സബ്അത്തു അബ്വാബിൻ, അതിന് 7 വാതിലുകളുണ്ട്. അപ്പോൾ സബ് എന്നുള്ളതിൻ്റെ അടിയിൽ വരയിടുക. ഇന്നി റഅയ്തു 11 കൗക്കബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. 11 അടിയിൽ വരയിട്ടേക്കാം. ഫകഫാറത്തുഹു ഇത്ആമു 10 മസാക്കീന, അതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് 10 പാവപ്പെട്ടവർക്ക് ഭക്ഷിപ്പിക്കലാണ്. അർത്ഥമല്ല ഇവിടെ പ്രധാനം. അഷറ എന്ന എണ്ണൽ സംഖ്യക്ക് താഴെ പിന്നെ അടിവരയിട്ടേക്കാം. ഇതാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതിൽ വളരെ ബാക്ക്ഗ്രൗണ്ട് പോലെ താഴെ എഴുതിയിട്ടുണ്ട്. ഹയ്യാന പിന്നെ നമുക്ക് ഒന്ന് വരച്ച് അതിമക്കൂടെ എഴുതാം. 11 14 ഇഷ്റൂൻ അതിമക്കൂടെ പെൻസിലുകൊണ്ട് ശരിക്കും എഴുതുക. എന്നിട്ട് താഴെ അതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടോ.